ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ശനിയാഴ്ച രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. ഞാനും മോളും കൂടി അക്ഷയയിൽ പോയി. അച്ചുട്ടിക്ക് SSLC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവ അങ്ങോട്ടും പോയി കേട്ടോ. പിറ്റേ ദിവസം ഞായറാഴ്ച അവൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്ന കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാനൊക്കെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അവൾ പോകുമ്പോഴേക്കും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നാണ് പ്ലാൻ ചെയ്തത് കേട്ടോ, എന്ന് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്നൊക്കെ. അങ്ങനെ പിന്നെ അക്ഷയയിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അച്ചുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അവരാണെങ്കിലോ ഫ്രണ്ട്സിൻ്റെ കൂടെ ടീ ഷോപ്പിലൊക്കെ കയറിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്തുമ്പോൾ. പിന്നെ വേഗം വന്നിട്ട് ഞങ്ങൾ ഇതാ റെഡി ആയിട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിട്ടോ. ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഓട്ടോക്കാരനെ വിളിച്ചപ്പോൾ ആൾ ബിസി ആയിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ബസ്സിന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമല്ലെങ്കിലും ഞങ്ങൾ പുറത്തൊന്ന് പോയിട്ട് ചുമ്മാ ഒന്ന് കറങ്ങാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ ഈ പോക്ക് കേട്ടോ. എടപ്പാൾക്കാണ് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എടപ്പാളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ എന്താ പിള്ളേർ രണ്ടുപേരും അവർക്കുള്ള ഓരോ ഡ്രസ്സ് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ടോപ്പ് എടുത്തിരുന്നേ. പുതിയൊരു ചുരിദാർ ഞാൻ തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓണം വിഷയമാകുമ്പോൾ എനിക്ക് എന്തായാലും ഈ 2 ജോഡി ഡ്രസ്സ് കിട്ടാറുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ചിങ്ങമാസത്തിലാണ് ഓണം, എൻ്റെ വെഡിങ് ആനിവേഴ്സറി ചിങ്ങത്തിലാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കിട്ടും. പിന്നെ വിഷു വരുന്നത് മേടത്തിലാണല്ലോ, എൻ്റെ പിറന്നാളും മേടത്തിൽ തന്നെയാണ്. അപ്പോൾ ആ വകയിലും 2 ഡ്രസ്സ് എനിക്ക് ഏട്ടെടുത്ത് തരാറുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഓണം വിഷുവൊക്കെ എനിക്ക് ഭയങ്കര കോളാണ് കേട്ടോ. അങ്ങനെ 1-2 ഷർട്ടൊക്കെ ഇട്ട് നോക്കിയിട്ട് അച്ചുട്ടി അതൊന്നല്ല എടുത്തത് കേട്ടോ, വേറൊരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോഴേക്കും ഒത്തിരി ലേറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്തൊരു ഷോപ്പിൽ കയറിയിട്ട് ചട്ടിപ്പത്തിരിയും ലൈമും സമൂസയും ഒക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വേഗം ബസ്സിൽ കയറിയിട്ട് അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഭാഗ്യത്തിന് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചില സമയത്ത് ഈ കടല വറുക്കുന്ന സ്മെല്ലടിക്കുമ്പോൾ ഭയങ്കര കൊതിയാവും അല്ലേ. അങ്ങനെ എനിക്ക് കൊതി വന്നിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ കടല. ബസ്സിലിരുന്ന് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളൊരു 7:30 ആയിട്ടുണ്ട് വീട്ടിലെത്തുമ്പോഴേ. ഇപ്പോൾ ഈ കാണുന്നത് ഞായറാഴ്ചക്കലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അതായത് ഇന്നലത്തെ വിശേഷങ്ങളാണ്. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോവുക എന്ന് വിചാരിച്ചിട്ട് അവൾ റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അവൾക്ക് ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. ചിക്കൻ നമ്മൾ ഇന്നാൾ കൊടുന്നതിൽ കുറച്ചും കൂടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ചിങ്ങം 1-ാം തീയതി കൊല്ലപ്പിറവിയൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ അടിച്ചോരലും തുടക്കലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കിച്ചണിലോട്ട് വന്നേ. എന്തായാലും വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് ഈ വർഷം അങ്ങോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മളിതാ കിച്ചണിലോട്ട് വന്നു. ഇന്ന് രാവിലത്തെ ചായക്കടി നമ്മൾ ബ്രെഡ് വെച്ചിട്ട് തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കൂലേ, അതുപോലെ ചെറിയ രീതിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും അവൾ പോകുമ്പോൾ ചോറ് കഴിച്ചിട്ടാണ് പോവുക. അപ്പം എന്നാൽ രാവിലെ ഇത് മതിയെന്ന് വിചാരിച്ചു. എനിക്ക് കഴിക്കാൻ കൊടുന്ന് വെച്ചാൽ വീറ്റിൻ്റെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്നത്. ഈ കോഴിമുട്ടയെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുന്നാൽ ഇതുപോലെ കഴുകി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ എപ്പോഴും കഴുകിയിട്ട് എടുക്കാറ് കേട്ടോ. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കടയിൽ നിന്ന് കൊടുന്ന അതേപോലെ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കുന്നതും ചട്ടിയിലോട്ട് ഒഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് നല്ലതായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ. സംഭവം നമ്മൾ ഉണ്ടാക്കുന്നത് തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ആണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ആദ്യം 3 ബുൾസൈ ഒക്കെ ഉണ്ടാക്കട്ടെ. ബുൾസൈ ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടും ഒക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ 2 തരത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ബുൾസൈ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കിതിൻ്റെ ഫില്ലിങ്ങൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ നമുക്കിതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ തക്കാളി, സവോള, ക്യാബേജ് മാത്രമേ ഇരിപ്പുള്ളൂ കേട്ടോ. അത് വെച്ചിട്ട് തന്നെ ഞാനൊരു സിമ്പിൾ മസാല ഉണ്ടാക്കും. നമ്മൾ എടുക്കുന്ന പച്ചക്കറിയുടെ പച്ചച്ചോയ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെന്താ ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്, ബ്രെഡ് ചൂടാക്കിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ മസാലയും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് ആ ബ്രെഡിൻ്റെ അകത്തൊന്ന് വെച്ച് ഫില്ലാക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് രാവിലെ നന്നായിട്ട് വയറൊക്കെ നിറയും കേട്ടോ. അങ്ങനെ ഇതാ സാൻഡ്വിച്ചോ ബർഗറോ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം കേട്ടോ. സംഭവം 2ൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. മോള് ഒരുങ്ങാണ്. പിന്നെ അച്ചുട്ടിയാണെങ്കിൽ എഴുന്നേറ്റിട്ടൊന്നുമില്ല, അവൻ നല്ല ഉറക്കത്തിലാണ്.
ഇതിൻ്റെ ഇടയിൽ എൻ്റെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പത്താണല്ലോ ഉണ്ടാക്കുന്നത്. അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് കാണിക്കാതെ ചേട്ടാ. പിന്നെ നമ്മൾ അവിടെയും കൂടെ ഒക്കെ ഒന്ന് അടിച്ചൊരിട്ടു. പിന്നെ വാതിലൊക്കെ അടച്ച് നമ്മൾ അവൾക്ക് ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10:45 ആയിട്ടുണ്ട് കേട്ടോ. 11 മണിക്ക് അവളെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്നത്തെ ചിക്കൻ കറി ഇതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഞാൻ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് ഇങ്ങനെ ചൂടുള്ള നെയ്ച്ചോറ് കണ്ടപ്പോഴേ എനിക്ക് അപ്പോൾ കുറച്ച് കഴിക്കാൻ പൂതിയായിട്ടാണ്. അങ്ങനെ ഞാൻ ചെറിയൊരു പ്ലേറ്റിൽ കുറച്ച് എടുത്തിട്ട് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. എന്തെങ്കിലും തിന്നാൻ തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അങ്ങോട്ട് തിന്നണം കേട്ടോ. എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുള്ളേ. സത്യത്തിൽ അതിനെ പൂതി എന്നല്ല പറയുക, കൊതി എന്നാണ് പറയല്ലേ. എന്തായാലും അവൾക്കുള്ള ഫുഡൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ കച്ചമ്പറൊക്കെ ഇതുപോലെ ഒരു ബോട്ടിലാക്കി. പിന്നെ കുറച്ച് അച്ചാറുണ്ടായിരുന്നു, അതൊക്കെ പാത്രത്തിലാക്കിയിട്ട് അവളെ ബാഗിൽ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നാളുണ്ടാക്കിയ പൂരം വറുത്തതൊക്കെ കുറച്ച് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചുട്ടി അപ്പുറത്തിരുന്നിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കണ്ട. അവൻ പെട്ടെന്ന് നീക്കാൻ കാരണം എന്താണെന്നറിയോ? ഞാനും മോളും കൂടിയിട്ട് തല്ലുവിടുന്ന ആ ഒച്ച കേട്ടിട്ടാണ് അവൻ എണിച്ച് വന്നത് കേട്ടോ. എന്താണെന്ന് വിചാരിച്ചിട്ട്. സംഭവം വേറെ ഒന്നുമല്ല. പോകാൻ നേരത്തെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞേ, അമ്മ ഞാൻ ട്രെയിനിന് പോട്ടേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് ട്രെയിനിന് പോകണ്ട, ഫ്രണ്ട്സൊന്നും ഇല്ലാത്തതല്ലേ, ബസ്സിന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്താണെന്നറിയില്ല, എനിക്ക് ഈ ട്രെയിനിൽ പോകുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് ചാടി ഇറങ്ങാനോ ഒന്നിനും പറ്റാത്ത സിറ്റുവേഷൻ അല്ലേ. ബസ്സാകുമ്പോൾ നമുക്ക് പലതും പറ്റുമല്ലോ. അങ്ങനെയൊക്കെയുള്ളൊരു ഇടുങ്ങിയ ചിന്താഗതിയാണ് കേട്ടോ എനിക്ക് ഈ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ട്രെയിനിന് പോകണ്ട, ബസ്സിന് പോയാൽ മതി എന്ന് തന്നെ ഞാൻ പറയാറുള്ളൂ കേട്ടോ. ഏട്ടൻ ഇവിടെ ഉള്ള സമയത്താണ് അവൾ ഫസ്റ്റ് ട്രെയിനിന് പോയത്. അത് ഏട്ടൻ്റെ പെർമിഷനോട് കൂടിയിട്ടാണ് കേട്ടോ. ഞാനൊന്നും സമ്മതിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും കുറേ നേരം അവൾ വാശി പിടിച്ചു കേട്ടോ. പക്ഷെ ഞാൻ സമ്മതിക്കില്ല എന്നുണ്ടപ്പോൾ പിന്നെ വാശി താനെ ഉപേക്ഷിച്ച്. കുറേ ഞാൻ വഴക്ക് പറഞ്ഞപ്പോഴേ പിന്നെ ആൾ സോഫ്റ്റായി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവളെയും കൊണ്ട് എരമംഗലം പോയി. എരമംഗലത്ത് നിന്ന് അവളെന്നെ ചങ്ങരംകുളത്തേക്കുള്ള ബസ്സിലൊക്കെ കയറ്റി വിട്ടു. എന്നിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത് കേട്ടോ. വീട്ടിൽ വന്നിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് മോള് വിളിക്കുന്നത് കേട്ടോ. ഒരു 1:30 ആയപ്പോൾ അമ്മ ബസ് കിട്ടിയിട്ടില്ല, ബസ്സൊന്നും വന്നിട്ടില്ല എന്ന്. അപ്പോൾ 1:30 ആവുമ്പോൾ അവൾ ചങ്ങരംകുളത്ത് നിൽക്കുകയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ ടെൻഷനായി തുടങ്ങിയിട്ടാ. ഇനിയിപ്പോൾ എപ്പോഴാണ് ബസ് കിട്ടിയിട്ട് പെരുമ്പാവൂർ എത്തി കിട്ടണമല്ലോ, അപ്പോൾ ഇരുട്ടാവുമല്ലോ, എന്താ ചെയ്യുക എന്നൊക്കെയുള്ള വേവലാതിയായി തുടങ്ങിയിട്ടാ. പിന്നെ ആ സമയത്തൊക്കെ ആണെങ്കിലോ നല്ല മഴയായിരുന്നു കേട്ടോ. എനിക്ക് ആ മഴയും കൂടി കണ്ടപ്പോൾ ആകെ ടെൻഷനായി. പിന്നെ ബസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്കാണെന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഏട്ടൻ എന്നെ കുറ്റപ്പെടുത്താട്ടോ. ആ ട്രെയിനിന് അങ്ങോട്ട് പറഞ്ഞയച്ചാൽ പോരായിരുന്നില്ല, എന്നാൽ നേരത്തെ എത്തിയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതും കൂടി കേട്ടപ്പോൾ പിന്നെ ടെൻഷൻ കൂടിയിട്ടാ. പിന്നെ മോളെ എപ്പോഴാണ് എത്തിയിട്ടൊന്നുകൊണ്ട് വിളിച്ചാൽ മതിയെന്ന് ദൈവത്തിനെയും വിളിച്ചിട്ട് ഇങ്ങനെ ഉമ്മാർത്ത് വന്നിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഒരു 8:30 ആയപ്പോൾ റൂമിലെത്തിയെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് സമാധാനമായത് കേട്ടോ. എന്നിട്ടാണ് ഞാൻ അകത്തേക്ക് വന്നത്. നമ്മുടെ മക്കളുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കൂടുതൽ ടെൻഷൻ അടിക്കുക അമ്മമാരെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അച്ഛന്മാർക്ക് അതില്ല എന്നല്ല കേട്ടോ, ഒരു പൊടി കൂടുതൽ അമ്മമാർക്ക് തന്നെയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്